നമസ്കാരം. സഭാവിശേഷങ്ങളും വാർത്തകളുമായി മാത്തോമ ന്യൂസ്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നിയോഗം കേരള ചരിത്രത്തിൽ പുത്തൻ അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നതായി മലങ്കര മാത്തോമ സുറിയാനി സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത. കീഴ്വഴക്കങ്ങൾ മാറ്റി കേരളത്തിന്റെ ഭരണരംഗത്ത് വിശാല കാഴ്ചപ്പാടുകളും പുത്തൻ ശൈലികളും ആവിഷ്കരിക്കുവാൻ നിയുക്ത മുഖ്യമന്ത്രിക്ക് കഴിയുമെന്ന് മെത്രാപ്പൊലീത്ത പ്രത്യാശ പ്രകടിപ്പിച്ചു. സാമുദായിക രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറം എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്തു നിർത്തി ഭരണഘടനാ മൂല്യങ്ങളും കേരളത്തിന്റെ മതേതര സ്വഭാവവും കാത്തുസൂക്ഷിച്ച് സംസ്ഥാനത്തെ പുരോഗതിയിലേക്ക് നയിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. പാവപ്പെട്ടവരെന്നോ ധനികരെന്നോ വ്യത്യാസമില്ലാതെ ജനങ്ങളെ തുല്യരായി കാണുകയും ജനപക്ഷത്തിനും സാമൂഹിക ഐക്യത്തിനും മുൻഗണന നൽകി പ്രവർത്തിക്കുവാനും കഴിയണം. സംസ്ഥാനത്തെ ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങളിൽ സർക്കാരിന്റെ ശ്രദ്ധ അടിയന്തരമായി ഉണ്ടാകണം. ജനകീയ വിഷയങ്ങളിൽ അനുരഞ്ജനത്തിന്റെ പാത സ്വീകരിച്ചും പൊതുസമൂഹത്തിൽ ഉയർന്ന വിമർശനങ്ങളെ ഉൾക്കൊണ്ട് നല്ലതിനെ സ്വീകരിച്ചും സംസ്ഥാനത്തെ ജനങ്ങളെ നയിക്കുന്നതിന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിയുക്ത മുഖ്യമന്ത്രിക്കും പുതിയ സർക്കാരിനും മെത്രാപ്പൊലീത്ത ആശംസകൾ നേർന്നു. പുതിയ നിയോഗങ്ങളുമായി മാർത്തോമ സഭയിലെ വിദ്യാർത്ഥികളുടെ വാർഷിക സംഗമം മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസിന് അനുഗ്രഹീത സമാപനം. തിരുവനന്തപുരം സെന്റ് തോമസ് ക്യാമ്പസിലെ ഡോക്ടർ ജോസഫ് മാർത്തോമ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമാപന സമ്മേളനത്തിൽ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ സമാപന സന്ദേശം നൽകി. ഡൽഹി ഭദ്രാസനാധ്യക്ഷൻ സക്രിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ പ്രസംഗിച്ചു. ഡോക്ടർ എ.ജി. മാത്യു അധ്യക്ഷനായിരുന്നു. സഭാ സെക്രട്ടറി റവറൻ ഡെവി ടി മാമൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി റവറൻ മാത്യു കെ ജോൺ, ട്രഷറർ ജോർജ് ജോസഫ്, റവറൻ മനോജ് ഇടിക്കുള, റവറൻ ജെ.ടി. തോമസ് എന്നിവർ പ്രസംഗിച്ചു. മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ സമ്മാനദാനം നിർവഹിച്ചു. വൈകുന്നേരം നടന്ന സമർപ്പണ ശുശ്രൂഷയ്ക്ക് റവറൻ സാം ടി കോശി നേതൃത്വം നൽകി. 115ാമത് വാർഷിക കോൺഫറൻസ് ഡൽഹിയിൽ നടത്തുവാൻ തീരുമാനിച്ചു. ഭാഗ്യസ്മരണീയനായ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലീത്തയുടെ അനുഗ്രഹീത ജീവിതം അനുസ്മരിച്ച് മലങ്കര മാർത്തോമ സുറിയാനി സഭ തിരുവനന്തപുരം പാറ്റൂർ സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ സംഘടിപ്പിച്ച സ്മാരക പ്രഭാഷണത്തിൽ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ഈ സഭയെ സഭയാക്കി മാറ്റുവാനായിട്ട് അങ്ങേയറ്റം ശ്രദ്ധിച്ചതായ പിതാക്കന്മാർ, അവിടെ നല്ല നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുമ്പോൾ ദൈവമേ നിനക്ക് സ്തോത്രം എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുന്നത്. ലത്തീൻ കത്തോലിക്ക സഭ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പ്രഭാഷണം നടത്തി. ആഴമേറിയ വിശ്വാസവും വ്യക്തമായ ദൗത്യബോധവും അതിരുകളില്ലാത്ത മനുഷ്യസ്നേഹവും സമൂഹത്തിന് പകർന്നുകൊടുത്ത ആത്മീയ ആചാര്യനായിരുന്നു ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. കർമ്മനിരതമായ ശുശ്രൂഷയ്ക്കായി അദ്ദേഹം ജീവിതം മാറ്റിവെച്ചു. ജീവിത ലാളിത്യവും മനുഷ്യസ്നേഹവും പാവങ്ങളോടുള്ള കരുതലും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു സഹയാത്രികനായി ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സാന്നിധ്യമായിട്ടാണ് തിരുമേനി തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ സഭാ സമൂഹത്തിലും പൊതുസമൂഹത്തിലും വ്യാപരിച്ചത് എന്നതാണ്. സഭാ സെക്രട്ടറി റവറൻ ഡെവി ടി മാമൻ, വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ, ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ കോമാട്ട്, ഇടവക വികാരി റവറൻ ജെ.ടി. തോമസ് എന്നിവർ പ്രസംഗിച്ചു. പാറ്റൂർ പള്ളി ക്വയർ, സൺഡേ സ്കൂൾ ദിവ്യസംഗീത ക്വയർ എന്നിവർ ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. മാർത്തോമ ബസ്ക്യാമോസ് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ മെയ് 30 കുറ്റപ്പുഴ ജെറുസലേം മാർത്തോമ പള്ളി ഓഡിറ്റോറിയത്തിൽ സിംഫോണോ മെലോഡിയ 2026 ലവ് ബിയോണ്ട് ബൗണ്ടറീസ് എന്ന സംഗീത സന്ധ്യ ഒരുക്കും. വൈകുന്നേരം 5 മണിക്ക് ബസ്ക്യാമോസ് ഫെലോഷിപ്പ് രക്ഷാധികാരി ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം നിർവഹിക്കും. മലങ്കര മാർത്തോമ സുറിയാനി സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തും. ദ തിരുവല്ല മെയിൽ വോയിസസ് ആൻഡ് കോറൽ സൊസൈറ്റി, കുറ്റപ്പുഴ ജെറുസലേം മാർത്തോമ ചർച്ച് കൊയർ, അച്ഛൻ മക്കൾസ് കൊയർ, ദ മാർത്തോമ കവനൻ കൊയർ എന്നിവർ ഗാനങ്ങളും ചെങ്ങന്നൂർ മാവേലിക്കര ക്ലർജി ഫാമിലി സ്പെഷ്യൽ നാടകവും അവതരിപ്പിക്കും. മാർത്തോമ സഭ ആനിമേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ കൗമാരപ്രായക്കാർക്കായി സംഘടിപ്പിച്ച UYR ടീൻസ് ക്യാമ്പ് 2026 കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. ഫൈൻഡ് റിതം, അൺവെയിൽ യുവർ റീസൺ എന്നതായിരുന്നു ചിന്താവിഷയം. 4 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിന് ആനിമേഷൻ സെന്ററിലെ പരിശീലകർ നേതൃത്വം നൽകി. വിവിധ പഠന ക്ലാസുകൾ, ആരാധന ആക്ടിവിറ്റികൾ, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ, ചർച്ചകൾ എന്നിവയിലൂടെ ആത്മീയത, ബന്ധങ്ങൾ, പഠനം, സ്വയം ശിക്ഷണം, ദൈനംദിന ജീവിതം എന്നിവയിൽ ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തിയെടുക്കുവാൻ ക്യാമ്പ് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചു. സ്വഭാവ രൂപീകരണം, ഫലപ്രദമായ പഠന രീതികൾ, ശുചിത്വം, ലൈംഗികത, സ്വയം മൂല്യം, ആത്മീയ അച്ചടക്കം എന്നീ വിഷയങ്ങളിലെ സെഷനുകൾ ജീവിതത്തിലെ പ്രധാന ചോദ്യങ്ങളെ അർത്ഥവത്തായ രീതിയിൽ സമീപിക്കുവാൻ അവരെ സഹായിച്ചു.
ധർമ്മഗിരി മന്ദിരം, MCRD നവജ്യോതി സ്കൂൾ എന്നിവിടങ്ങളിലേക്കുള്ള സന്ദർശനം ക്യാമ്പ് കൂടുതൽ ഹൃദ്യമാക്കി. കരുണ, കരുതൽ, മനുഷ്യാന്തസ്, സാമൂഹിക പ്രതിബദ്ധത എന്നിവയെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ സന്ദർശനം കുട്ടികൾക്ക് നൽകി. ക്യാമ്പ് ഫയറും ടാലന്റ് നൈറ്റും ക്യാമ്പിന് കൂടുതൽ വർണ്ണാഭമായ ഓർമ്മകൾ നൽകി. വിശുദ്ധ കുർബാനയോടും സമർപ്പണ ശുശ്രൂഷയോടും കൂടെ ക്യാമ്പ് സമാപിച്ചു. യൂറോപ്പ് മെയിൻലാൻഡിലെ ആദ്യ മാർത്തോമ ഇടവകയായ ജർമ്മനി സെന്റ് തോമസ് മാർത്തോമ പാരിഷിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ജർമ്മനിയിലെ മ്യൂണിക്കിൽ ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. ജർമ്മനിയിലെ വിവിധ സംസ്ഥാനങ്ങൾ, പോളണ്ട്, ഓസ്ട്രിയ എന്നിവിടങ്ങളിൽ നിന്നായി 200-ലധികം വിശ്വാസികൾ പങ്കെടുത്തു. 11 കുട്ടികൾ ആദ്യ കുർബാന സ്വീകരിച്ചു. വികാരി റവറൻ തോമസ് ജോസഫ്, ഫാദർ ജോസഫ് മണിമല, കൺവീനർ സോണി ചെറിയാൻ, ഇടവക ചുമതലക്കാർ, സംഘടനാ പ്രതിനിധികൾ, സീനിയർ അംഗങ്ങൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ഗാനശുശ്രൂഷയും സൺഡേ സ്കൂൾ യുവജന സഖ്യം എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും നടന്നു. ഡോക്ടർ ജോസഫ് മാർ ബർണബ സഫ്രഗൻ മെത്രാപ്പോലിത്ത, ഡോക്ടർ ഐസക് മാർ ഫിലിക്സ് നോസ് എപ്പിസ്കോപ്പ എന്നിവരുടെ പൗരോഹിത്യ സുവർണ ജൂബിലി സ്നേഹ സദസ്സ് സ്നേഹാഗമം മെയ് 29 വൈകുന്നേരം 4 മണിക്ക് മണ്ണന്തല സൂര്യപ്രഭ കൺവെൻഷൻ സെന്ററിൽ നടത്തും. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കർദിനാൾ ബസീലിയോസ് ക്ലിമിസ് കാത്തോലിക ബാവ, സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി, ഫാദർ ബോബി ജോസ് കൊട്ടിക്കാട്, ഡോക്ടർ MP അബ്ദുസമദ് സമദാനി, MP ഡോക്ടർ VP സുഹൈബ് മൗലവി, റവറൻ ഡോക്ടർ മോത്തി വർക്കി എന്നിവർ പ്രഭാഷണം നടത്തും. റാന്നി നിലയ്ക്കൽ ഭദ്രാസനമാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ സഭാവിശേഷങ്ങളും വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമ വിഷനിലൂടെ. ശാലോം.